റഷ്യയിൽ നിന്ന് അടിയന്തരമായ കുറെ മിസൈലുകൾ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. ഇത് നേരത്തെ വാങ്ങാനായിട്ട് ധാരണകളായി എന്നും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഈ പഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഒരു സൈനിക നീക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ ഈ മിസൈലുകൾ വാങ്ങുമ്പോൾ അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കും. ഇഗ്ല എസ് എന്ന് പറയുന്ന മിസൈലുകളാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിരിക്കുന്നത്. ഈ മിസൈലുകൾ എന്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ശത്രുവിന്റെ യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഡ്രോണുകളെയും ഒക്കെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഇവ ഉപയോഗിക്കാൻ സാധിക്കും. തോളിൽ നിന്ന് തൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവയുടെ ഒരു പ്രത്യേകത. ഇന്ത്യയുടെ കൈവശം വേറെയും ഇതേപോലത്തെ മിസൈലുകൾ ഉണ്ട്. ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന മിസൈലുകളുണ്ട്. ഇഗ്ലായസ് മിസൈലുകൾ എന്ന് പറയുന്നത് റഷ്യൻ ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മിസൈലുകളാണ്. അപ്പോൾ ഇന്ത്യ ഇത് വാങ്ങുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതൊരു വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമുക്കിത് എവിടേക്ക് വേണമെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും. സൈനികർക്ക് അവരുടെ തോളിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ സിനിമകളിലൊക്കെ ഇത്തരം ഈ ഒരു മിസൈലുകളുടെ സമാനമായ മിസൈലുകളുടെ ഉപയോഗങ്ങളൊക്കെ ധാരാളമായി കണ്ടിട്ടുണ്ടാവും. സോ ഏകദേശം 260 കോടി രൂപയുടെ ഒരു കരാറിലാണ് ഇന്ത്യ ഇപ്പോൾ റഷ്യയുമായിട്ട് ഈ ഒരു മിസൈൽ വാങ്ങുന്നതിനായിട്ട് ധാരണയായിരിക്കുന്നത്. ഇൻഫ്രാറെഡ് സെൻസറുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള സമാനമായ മിസൈലുകൾ വ്യോമസേനയുടെ പരിഗണനയിലുണ്ട് എന്നും സൂചനകളുണ്ട്. ഇഗ്ലായസ് മിസൈലുകൾക്ക് പുറമേ തന്നെ നമ്മൾ കൂടുതൽ ആയുധങ്ങളും അതുപോലെ ലോഞ്ചറുകളും വാങ്ങാനായിട്ടുള്ള ധാരണയിലും എത്തിയിട്ടുണ്ട്. ഏകദേശം 90 മിസൈലുകൾ വാങ്ങുന്നതിനുള്ള ടെൻഡറും ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുമുള്ള സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇഗ്ല മിസൈലുകൾ വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു മിസൈലാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൊക്കെ വളരെയധികം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പാകിസ്ഥാന്റെ ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും യുദ്ധവിമാനങ്ങളെയും ഒക്കെ വളരെ ഫലപ്രദമായി തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. മറ്റ് മിസൈലുകളെ അപേക്ഷിച്ച് ഇവയുടെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം മിസൈലുകൾ കൂടുതലായിട്ട് സൈന്യത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.